കുടുംബവും എന്തുള്ളൂ നന്മകൾ ഞങ്ങളോ ഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നന്മകൾ ഞങ്ങളോ ഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത കുടുംബവും എന്തുള്ളൂ ഞാനും കുടുംബവും എന്തുള്ളൂ ശ്രേഷ്ഠമായതെല്ലാം എന്തുള്ളൂ യോഗ്യത നിൻമുൻപിൽ പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് ഒരുമിച്ച് തിരുവചനം പഠിക്കുവാൻ രാവിലെ സമയം ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് സഹായിച്ച ദൈവത്തിന്റെ വിശ്വസ്തകൾക്കായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർ, സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ 3 ക്ലാസ് സമാപന കൂടാരത്തിന്റെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. കഴിഞ്ഞ 3ാമത്തെ ക്ലാസ്സിലെ സമാപന കൂടാരം പുതുനിയമ സത്യങ്ങൾക്ക് നിഴലെന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ് 3ാമത്തെ ലെസൺ നമ്മൾ പഠിച്ചത്. 1 കർത്താവായ യേശു ക്രിസ്തുവിനെ സാദൃശ്യം എന്നുള്ള വിഷയങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു. 2 സഭയ്ക്ക് സാദൃശ്യം എന്നുള്ള വിഷയങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഇന്ന് പകൽക്കാലം നമ്മൾ രാവിലെ സമയം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് സമാഗമന കൂടാരം സ്വർഗീയ കൂടാരത്തിന് സാദൃശ്യം. 3ാമത്തെ വിഷയം സമാഗമന കൂടാരം സ്വർഗീയ കൂടാരത്തിന് സാദൃശ്യം. എബ്രായ ലേഖനം 8ാം അധ്യായത്തിന്റെ 5ാമത്തെ വാക്യം ഞാനിവിടെ വായിക്കാം. കൂടാരം തീർക്കുവാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലതും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരുളി ചെയ്തതുപോലെ അവൻ സ്വർഗീയമായതിന്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം സമാപന കൂടാരം സ്വർഗീയ കൂടാരത്തിന് സാദൃശ്യം. മോശയോടെ ദൈവം അരുളി ചെയ്തപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃപ്രകാരം നീ സകലതും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരുളി ചെയ്തതുപോലെ അവൻ സ്വർഗീയമായതിന്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. സ്തോത്രം. സമാഗമന കൂടാരം സ്വർഗീയ കൂടാരത്തിന് സാദൃശ്യം. വെളിപ്പാട് പുസ്തകം 4ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ സിംഹാസനത്തിന് മുമ്പിൽ പളങ്കിനൊത്ത കണ്ണാടിക്കടൽ, സിംഹാസനത്തിന് നടുവിലും സിംഹാസനത്തിന്റെ ചുറ്റിലും 4 ജീവികൾ, അവയ്ക്ക് മുമ്പുറവും പിമ്പുറവും കണ്ണും നിറഞ്ഞിരുന്നു. 1-ാം ജീവി സിംഹത്തിന് സാദൃശ്യം, 2-ാം ജീവി കാളയ്ക്ക് സാദൃശ്യം, 3-ാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്, 4-ാം ജീവി പറക്കുന്ന കഴുകന് സാദൃശ്യം. ഈ 4 സാദൃശ്യപ്രകാരമാണ് സമാപന കൂടാരത്തിന്റെ ചുറ്റിലും കാണുന്ന 4 കൊടി അടയാളത്തെ. അത് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. യഹൂദന്മാരുടെ തൽമൂദിൽ അതിനെപ്പറ്റി വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. സമാപന കൂടാരത്തിന് ചുറ്റിലും കാണുന്ന കൊടി അടയാളങ്ങൾ
സ്വർഗസിംഹാസനങ്ങൾ ചുറ്റുമായിരിക്കുന്ന ഈ 4 ജീവികൾക്ക് സാദൃശ്യമായതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിന്റെ തെളിവ് ഇപ്പം ഞാൻ വായിച്ച വെളിപാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 6 മുതൽ 7-ാമത്തെ വാക്യവും 6-7 വാക്യം, എസ്കേൽ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങളിലും നമുക്കൊക്കെ കാണുവാനായിട്ട് സാധിക്കും. ഈ അടുത്ത വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. 4-ാമത്തെ വിഷയം, സമാഗമന കൂടാരം ഒരു വിശ്വാസിക്ക് സാദൃശ്യം. ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നത് ഒരു വിശ്വാസി പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാണ് ഒരു വിശ്വാസിയുടെ ഹൃദയം. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഉടൻ അവന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് നമ്മുടെ ശരീരം. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം നമ്മളെ വായിക്കുമ്പോൾ, the 1 Corinthians chapter 6 verse 19, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്ന് അറിയുന്നില്ലോ. ആക്കിയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. സ്തോത്രം. ദൈവമക്കളെ, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം. നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അത് ദാനമായി നമുക്ക് തന്നിരിക്കുക. നിങ്ങളുടെ ശരീരം എന്ന് നിങ്ങളെ അറിയുന്ന, നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കുക. നമ്മളെ യേശു ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് നമ്മളെ വിലക്ക് വാങ്ങിയിരിക്കുകയാണ്. സ്തോത്രം. ആ ശരീരം പരിശുദ്ധാത്മാവ് വസിക്കുന്ന ശരീരമാണ്. സ്തോത്രം. കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ ദൈവത്തിന് മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലയോ. ദൈവമക്കളെ, പുതിയ നിയമ വിശ്വാസികളെ, സ്തോത്രം. സമാഗമന കൂടാരം ഒരു വിശ്വാസിക്ക് സാദൃശ്യം. കാരണം നമ്മുടെ ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത്. കൈപ്പണിയാകുന്ന ക്ഷേത്രങ്ങളിലോ കൈപ്പണിയാകുന്ന മന്ദിരങ്ങളിലോ സ്തോത്രം ഒന്നുമല്ല ദൈവം വസിക്കുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിച്ച് കൊണ്ടിരിക്കുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, ഈ ദൈവം ഇറങ്ങി വസിക്കുന്നത് ആലയത്തിൽ, അതായത് ഇന്ന് ഭൂമിയിൽ കാണുന്ന 4 ഭിത്തിക്കുള്ളിലെ നമ്മൾ ആരാധിക്കുന്ന ആലയത്തിൽ ദൈവം ഇറങ്ങി വസിക്കുന്നു. അങ്ങനല്ല. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ഹൃദയം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. നമ്മുടെ ഹൃദയത്തിലാണ് ദൈവം ഇറങ്ങി വസിക്കുന്നത്. നാം ദൈവത്തിന് വേർപെട്ടവർ. ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അതുകൊണ്ട് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 26-27 വാക്യങ്ങളിൽ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ എന്നുള്ള വാക്യം, 1 കൊരിന്ത്യർ ലേഖനം 27, അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയുവാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, which is Christ in you, the hope of glory. ദൈവമക്കളെ, സ്തോത്രം. ഒരു വിശ്വാസിയുടെ ഹൃദയം പരിശുദ്ധാത്മാവിൽ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഹൃദയമാണ്. ഒരു രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ദൈവത്തിനായി വേർപെട്ടവനാണ്. സ്തോത്രം. ആ മന്ദിരം അശുദ്ധമാക്കുവാനോ, ഹല്ലേലൂയ, അത് മറ്റു ലോകപ്രകാരം ജീവിക്കുവാനോ, ലോകപ്രകാരമുള്ള മാലിന്യം ഏറ്റുകൊണ്ട് വേർപാടില്ലാതെ മദ്യത്തിലും മയക്കുമരുന്നിലും ആശ്ലീലമാകുന്ന ചിത്രങ്ങളും അങ്ങനെ ലോകപ്രകാരമായി ഇമ്പമായി ഇതൊന്നും കാണുവാനോ രസിക്കുവാനോ ഉള്ളതല്ല ഒരു വിശ്വാസിയുടെ ഹൃദയം. നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുപ്പീൻ. നമ്മുടെ ശരീരം ദൈവത്തിന് മഹത്വമായിരിക്കണം. നമ്മുടെ വേഷവിധാനം, നമ്മുടെ അകവും പുറവും ഒരുപോലെ. അകം എത്രത്തോളം പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ടോ അത് പുറത്ത് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. അകവും പുറവും ഒരുപോലെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായിരിക്കണം. സ്തോത്രം. സമാഗമന കൂടാരത്തിന്റെ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം എന്നിങ്ങനെ 3 ഭാഗങ്ങളുള്ളതുപോലെ വിശ്വാസിക്ക് ദേഹം, ദേഹി, ആത്മാവ് എന്ന 3 ആളത്വത്തിലാലാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. സമാഗമന കൂടാരത്തിൽ ദൈവം എഴുന്നള്ളി വസിക്കുന്നത് പോലെ ഓരോ വിശ്വാസിയുടെയും ഉള്ളിൽ
മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു വസിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന, ഈ ക്ലാസ് കേൾക്കുന്ന ദൈവമക്കളെ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവാണ് വസിക്കുന്നത്. ഇത് പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. സ്തോത്രം. ദൈവത്തിൻ വസിക്കുന്ന മന്ദിരത്തിൽ അശുദ്ധിയായി ചിന്തിക്കുവാനോ, അശുദ്ധിയായി പ്രവർത്തിക്കുവാനോ, ജഡത്തിന്റെ സ്വഭാവം കാണിക്കുവാനോ, സ്തോത്രം, ഒന്നും നമ്മൾ മുതിരാതെ പരിശുദ്ധാത്മാവ്, നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മെ വിട്ടുപോകാതെ ദൈവത്തിന്റെ മന്ദിരം ശുദ്ധമായി അത് കാക്കേണം. സ്തോത്രം. ജഡത്തിന്റെ പ്രവർത്തികൾ, ക്രോധം, വൈരാഗ്യം, കൂട്ടുസഹകരണമുള്ള വൈരാഗ്യം, അങ്ങനെ ജഡികമാകുന്ന ചിന്തകള്, ഈർഷ്യ, സ്തോത്രം, നാവിനെ കടിഞ്ഞാടിടാതെ ചീത്തത്തരം, പൊട്ടച്ചൊല്ലല്, ഇങ്ങനെ ഇതൊന്നും ഒരു വിശ്വാസിക്ക് യോഗ്യമല്ല. ഒരു വിശ്വാസിയുടെ ഹൃദയം പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഹൃദയമെങ്കിൽ പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്യുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം. സമാപന കൂടാരത്തിന് അറിയ 3 ഭാഗങ്ങൾ: പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം പോലെ. സ്തോത്രം. ഒരു വിശ്വാസിക്ക് ദേഹം, ദേഹി, ആത്മാവ്, ഇത് പൂർണ്ണമായും പരിശുദ്ധാത്മാവിനാൽ വസിക്കപ്പെട്ട്, ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കപ്പെട്ടതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കുന്നതായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്ത വിഷയം, സമാഗമന കൂടാരം സ്വർഗങ്ങൾക്ക് സാദൃശ്യം എന്നുള്ള വിഷയമാണ്. സ്തോത്രം. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം നമുക്ക് അതിനെ കാണുവാനായിട്ട് സാധിക്കും. ഈ സ്വർഗങ്ങളെ പറ്റി നമുക്കറിയാമല്ലോ, വേദപുസ്തകത്തിൽ സ്വർഗത്തെ പറ്റി എഴുതിയിട്ടുണ്ട്. സ്വർഗങ്ങൾ എന്നുള്ളതാണ്. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നമ്മൾ എടുക്കുമ്പോൾ അവിടെ കാണാനായിട്ട്, ഇൻ ദി ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻസ് ആൻഡ് ദ എർത്ത്. സ്തോത്രം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. സ്തോത്രം. വിശുദ്ധ വേദവും പുസ്തകം പഠിക്കുമ്പോൾ സ്വർഗത്തെക്കുറിച്ചും അനേക സ്വർഗങ്ങളെക്കുറിച്ചും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സങ്കീർത്തനം 148-ാം സങ്കീർത്തനത്തിന്റെ സാംസ് 148:4 നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 148-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൽ, സ്വർഗവും ആകാശത്തിനു മീതെയുള്ള വെള്ളവും ആയുള്ളവേ അവനെ സ്തുതിപ്പിൻ. സ്വർഗം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പ്രൈസിങ് ഹൈയസ്റ്റ് ഹെവൻസ് എന്നാണ് ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത്. സ്തോത്രം. അപ്പം സ്വർഗങ്ങൾ എന്നുള്ള ഭാഗം നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. സ്തോത്രം. ദൈവമക്കളെ, യേശു സ്വർഗങ്ങളെ കടന്നുപോയ, സ്വർഗങ്ങളെ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് നമ്മുടെ യേശു കർത്താവ്. മേഘമണ്ഡലം, നക്ഷത്രമണ്ഡലം, സ്വർഗം, സ്തോത്രം, ഇതിനെ കടന്നാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ സ്വർഗാരോഹണം ചെയ്തത്. ആണ്ടിലൊരിക്കൽ ഇസ്രായേലിന്റെ മഹാപുരോഹിതൻ രക്തവുമായി അതിവിശുദ്ധ സ്ഥലത്ത് കടന്നു പോകുന്നത് പോലെ നമ്മുടെ മഹാപുരോഹിതനായ ക്രിസ്തു സ്വർഗങ്ങളെ കടന്ന് ദൈവസിംഹാസനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. മഹാപുരോഹിതൻ പ്രകാരം വിശുദ്ധ സ്ഥലം കടന്ന് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചതുപോലെ ക്രിസ്തു മേഘമണ്ഡലം, നക്ഷത്രമണ്ഡലം എന്നീ സ്വർഗങ്ങളെ കടന്ന് സ്വർഗത്തിലേക്ക്, അത്യുന്നത സ്വർഗത്തിലേക്ക് കടന്നിരിക്കുന്നു. സ്തോത്രം. അപ്പം സമാഗമന കൂടാരം സ്വർഗങ്ങൾക്ക് സാദൃശ്യം. ഞാൻ ഇപ്പോൾ പറഞ്ഞ വിഷയം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു സമാപന കൂടാരം പുതിയ നിയമ സത്യങ്ങൾക്ക് നിഴൽ. 1, കർത്താവായ യേശു ക്രിസ്തുവിന് സാദൃശ്യം. 2, സഭയ്ക്ക് സാദൃശ്യം. 3, സ്വർഗീയ കൂടാരത്തിന് സാദൃശ്യം. 4, ഒരു വിശ്വാസിക്ക് സാദൃശ്യം. 5, സ്വർഗങ്ങൾക്ക് സാദൃശ്യം. ഈ 6ാമത് ചിന്തിപ്പാനാളായിട്ടുള്ള വിഷയം, സമാപന കൂടാരത്തിന്റെ ചുറ്റിലുമായിട്ട് 4 കൊടികൾ അവിടെ ക്യാമ്പ് ചെയ്തിരിക്കുന്ന 12 ഗോത്രത്തിന്റെ പ്രധാന ഗോത്രത്തിന്റെ 4 കൊടികളുടെ മുകളിൽ ഓരോ കൊടിക്കും കൊടി അടയാളമുണ്ട്. അത് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടും യഹൂദന്മാരുടെ തൽമൂദിൽ അതിനെക്കുറിച്ച്, ആ കൊടിയടയാളത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമാപന കൂടാരത്തിൽ 4 വശത്തായി തൂക്കപ്പെട്ടിരിക്കുന്ന ഈ 4 കൊടികൾ, അതായത് 4 സുവിശേഷങ്ങളോട് സാദൃശ്യം. 4 സുവിശേഷം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ 4 മഹത്വകരമായ സ്ഥാനത്തെക്കുറിച്ച് അത് വെളിപ്പെടുത്തുന്നത് പോലെ ഇത് 4 കൊടികളും
4 സുവിശേഷത്തോടെ സാദൃശ്യമാണ്. ഒന്നാമത്തെ കൊടി, യഹൂദയുടെ കൊടി, കിഴക്ക് വശത്ത് ഈസ്റ്റ് സൈഡിലായിട്ട് യഹൂദയുടെ കൊടി കാണാനായിട്ട് നമുക്ക് സാധിക്കും. അവിടെ സ്തോത്രം അതൊരു സിംഹത്തിന് സാദൃശ്യമായതാണ് ആ കൊടി. സ്തോത്രം അത് ക്രിസ്തുവിന്റെ രാജത്വത്തെ കാണിക്കുന്നു. നമുക്കറിയാമല്ലോ, മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം മാത്യു ചാപ്റ്റർ 2:2 നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു, അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. യഹൂദന്മാരുടെ രാജാവ്. മത്തായിയുടെ സുവിശേഷം യഹൂദന്മാർക്ക് വേണ്ടി എഴുതിയതുകൊണ്ട് സ്തോത്രം ഹല്ലേലൂയ, യഹൂദന്മാരുടെ യേശു രാജാവ് എന്നുള്ള വിഷയമാണ് മത്തായിയുടെ സുവിശേഷം പ്രദർശിപ്പിച്ച് എടുത്ത് കാണിക്കുന്നത്. ദൈവമക്കളെ, യഹൂദയുടെ കൊടിയടയാളം സിംഹം, അത് ക്രിസ്തുവിന്റെ രാജ്യത്വത്തെ കാണിക്കുന്നു. സമാഗമന കൂടാരത്തിന്റെ 4 സൈഡിലുള്ള കൊടിയിൽ ഒന്നാമത്തെ യഹൂദയുടെ കിഴക്ക് വശത്തുള്ള കൊടിയുടെ അടയാളം ക്രിസ്തുവിന്റെ രാജ്യത്വത്തെ, ക്രിസ്തു രാജാവെന്ന് കാണിക്കുമ്പോൾ, രാജാതിരാജാവെന്ന് കാണിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം ക്രിസ്തു രാജാവാണെന്ന് വെളിപ്പെടുത്തുന്നു. 2 രൂപേൻ ഗോത്രമാണ്. സ്തോത്രം അത് മനുഷ്യമുഖമാണ്. സ്തോത്രം അത് സൗത്ത് സൈഡിലായിട്ട് തെക്ക് വശത്തായിട്ട് രൂപേന്റെ നേതൃത്വത്തിലുള്ള ഗോത്രങ്ങൾ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് ശിമിയോനും ഗാദും ആ കൂട്ടത്തിലുണ്ട്. സ്തോത്രം അത് മനുഷ്യമുഖമാണ് അവർ ആ കൊടിയുടെ അടയാളം. സ്തോത്രം അത് ലൂക്കോസിന്റെ സുവിശേഷത്തെയാണ് അത് വിളിച്ചു കാണിക്കുന്നത്. നമ്മുടെ കർത്താവ് പൂർണ്ണ ദൈവമാണ്, അപ്പോൾ തന്നെ അവൻ പൂർണ്ണ മനുഷ്യനുമാണ്. ഒന്നാമത് കിഴക്ക് വശത്ത് യഹൂദാഗോത്രം ക്രിസ്തു രാജാവാണെന്ന് വെളിപ്പെടുത്തുമ്പോൾ, തെക്ക് വശത്തുള്ളതായ ഗോത്രം രൂപേൻ ഗോത്രവും ശിമിയോനും ഗാദും, സ്തോത്രം ഹല്ലേലൂയ, അവര് വിളിച്ചറിയിക്കുന്നത് ക്രിസ്തു ഒരു പൂർണ്ണ മനുഷ്യൻ എന്നാണ്. സ്തോത്രം. ഇനി പടിഞ്ഞാറ് വശത്തെ ഹല്ലേലൂയ വെസ്റ്റ് സൈഡിലെ എഫ്രൈമിന്റെ നേതൃത്വത്തിൽ മനശ്ശെയും ബെഞ്ചമിനും അവിടെ ഉണ്ട്. സ്തോത്രം അവരുടെ കൊടിയടയാളം കാളയാണ്. സ്തോത്രം കാള ക്രിസ്തുവിന്റെ ദാസ്യത്വത്തെ വിളിച്ചറിയിക്കുന്ന സ്തോത്രം മർക്കൂസിന്റെ സുവിശേഷത്തെയാണ് കാണിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം ക്രിസ്തു രാജാതിരാജാവെന്ന് വിളിച്ചറിയിക്കുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം ക്രിസ്തു പൂർണ്ണ മനുഷ്യൻ എന്ന് വിളിച്ചറിയിക്കുമ്പോൾ, മർക്കോസിന്റെ സുവിശേഷം യേശുവിന്റെ ദാസ്യത്വത്തെ വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. ഇനി നോർത്ത് സൈഡിൽ വടക്ക് ഭാഗത്തായിട്ട് കാണുവാനായിട്ട് സാധിക്കും ദാൻ ഗോത്രം, ആഷോറും നഫ്താലിയും അവരുടെ കൂടെയുള്ളതല്ല. പ്രധാനപ്പെട്ട ലീഡർഷിപ്പിൽ നിൽക്കുന്നത് ദാനാണ്. അത് കഴുകനെയാണ് അവിടെ കാണിക്കുന്നത്. അത് യോഹന്നാന്റെ സുവിശേഷം നമ്മുടെ യേശു കർത്താവ് സ്തോത്രം അവൻ ദൈവമാണ്, ദൈവപുത്രനാണ് എന്ന് വിളിച്ചറിയിക്കുന്ന 4 സുവിശേഷങ്ങളെ, ഈ 4 കൊടിയടയാളം, 4 സുവിശേഷങ്ങൾ യേശു ക്രിസ്തുവിന്റെ 4 ഔദ്യോഗിക മഹത്വത്തെ വിളിച്ചറിയിക്കുന്നത് പോലെ സ്തോത്രം സമാപന കൂടാരത്തിന്റെ 4 സൈഡിലുള്ള 4 കൊടികൾ ഹല്ലേലൂയ, ഈ സമാപന കൂടാരം 4 സുവിശേഷങ്ങൾക്ക് സ്തോത്രം സാദൃശ്യമായിരിക്കുന്നു. സ്തോത്രം. ദൈവമക്കളെ, ഇതിൽ ആ കൊടിയെപ്പറ്റി വിശദമായിട്ട് ഞാൻ പാളയം എന്നുള്ള വിഷയം ക്ലാസ് എടുക്കുമ്പോൾ അതിനകത്ത് ഒരു ചാപ്റ്ററാണ് വിശദീകരിക്കേണ്ടതായതുകൊണ്ട് അത് കൂടുതൽ ഞാൻ പറയുന്നില്ല. സ്തോത്രം. ഈ സമാപന കൂടാരത്തിൽ കൂടി പുതിയ നിയമ സത്യങ്ങളെയും യേശു ക്രിസ്തുവിന്റെ മഹത്വത്തെയും പരിശുദ്ധാത്മാവിൽ പഠിക്കുക എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമാണ്. സ്തോത്രം. ഈ ക്ലാസ് നിങ്ങൾക്കത് വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം, സ്തോത്രം, പുതിയ നിയമ സത്യങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ ഈ സമാപന കൂടാരം എന്ന ഈ ക്ലാസ്സിൽ നിന്ന് പഠിച്ച് യേശു ക്രിസ്തുവിന്റെ മഹത്വം കാണുവാൻ സ്തോത്രം ദൈവമക്കൾ വളരെ പ്രാർത്ഥനയോട് വേണം ഈ ക്ലാസ് പഠിക്കുവാൻ ഇടയാകുന്നത്. സ്തോത്രം. അപ്പോൾ സമാഗമന കൂടാരത്തിന്റെ 4 സൈഡിലുള്ള ആ 4 കൊടികളിൽ കാണുന്ന 4 അടയാളം
4 സുവിശേഷങ്ങൾക്ക് സാദൃശ്യമായിരിക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ 4 മഹത്വമാണ് അവിടെ, യേശുക്രിസ്തുവിന്റെ 4 മഹത്വമാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് യേശുക്രിസ്തു, മത്തായിയുടെ സുവിശേഷം യേശുക്രിസ്തു രാജാതിരാജാവായി വെളിപ്പെടുമ്പോൾ, സ്തോത്രം, ലൂക്കോസിന്റെ സുവിശേഷം അവൻ പൂർണ്ണ മനുഷ്യന് കാണിക്കുന്നു. സ്തോത്രം. അല്ലെങ്കിൽ മർക്കോസിന്റെ സുവിശേഷം യേശുക്രിസ്തു ദാസനെന്ന് വെളിപ്പെടുത്തുന്നു. യോഹന്നാന്റെ സുവിശേഷം അവൻ ദൈവപുത്രം, സാക്ഷാൽ ദൈവമാണ്. സ്തോത്രം. എത്ര ശ്രേഷ്ഠമായ മഹത്വകരമായ ഒരു പഠനമാണ് ഈ സമാഗമന കൂടാരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അതിനായി നമുക്ക് ദൈവത്തിന് പിന്നെയും മഹത്വം കൊടുത്തുകൊണ്ട് യേശുക്രിസ്തുവിന്റെ മഹത്വം ഈ ക്ലാസ്സിൽ കൂടി നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത വിഷയം സമാഗമന കൂടാരത്തിന്റെ 3 ഭാഗങ്ങൾ, 3 ഘട്ടങ്ങളെ കാണിക്കുന്നു. സ്തോത്രം. പുതിയ സഭയുടെ 3 ഘട്ടങ്ങളെയാണ് ഇത് കാണിക്കുന്നത്. ഒന്ന് സമാഗമന കൂടാരത്തിന്റെ ഭാഗങ്ങൾ. ഒന്ന് പ്രാകാരം. സ്തോത്രം. പ്രാകാരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ കർമാദികളെ കൊണ്ട് ബലികളെ കൊണ്ടും കർമ്മങ്ങളെ കൊണ്ടും നിറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ്. ഈ ബലികളെ കൊണ്ടും കർമ്മങ്ങളെ കൊണ്ടും നിറഞ്ഞിരിക്കുന്നത് ഈ ഭാഗം ന്യായപ്രമാണ യുഗത്തെ കാണിക്കുന്നു. പ്രധാനമായും സമാഗമന കൂടാരത്തിന്റെ 3 ഭാഗങ്ങളാണ്. ഒന്ന് പ്രാകാരം, 2 വിശുദ്ധ സ്ഥലം, 3 അതിവിശുദ്ധ സ്ഥലം. ഈ 3 ഭാഗങ്ങളെ പറ്റി പഠിക്കുമ്പോൾ പ്രാകാരത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നടക്കുന്നത് എന്താണ്? സ്തോത്രം. ആദ്യമായിട്ട് യാഗമാണ്, ബലിയാണ്, കർമ്മമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അത് ന്യായപ്രമാണ യുഗത്തെയാണ് അത് കാണിക്കുന്നത്. രണ്ടാമതായിട്ട് സ്തോത്രം, പിന്നെ അടുത്തത് വിശുദ്ധ സ്ഥലമാണ്. അത് പുതിയ നിയമ കാലത്തെ വിശ്വാസികൾ പരിശുദ്ധാത്മാവിൽ സ്തോത്രം നിലവിളക്ക് പോലെ ശോഭിക്കുന്ന നാടകം കാണുവാനായിട്ട് സാധിക്കും. സ്തോത്രം. ഈ പ്രാകാരത്തിൽ താമ്രയാഗപീഠവും താമ്ര തൊട്ടിയുമുണ്ട്. ഒരുവൻ സ്തോത്രം യേശുക്രിസ്തുവാകുന്ന വാതിലിൽ കൂടി, ആ വാതിലിൽ ചെല്ലുമ്പോൾ തന്നെ യേശുക്രിസ്തുവിന്റെ മഹത്വം കാണുവാനായിട്ട് സാധിക്കും. യേശുക്രിസ്തുവിന്റെ 4 ഔദ്യോഗിക മഹത്വം ആ വാതിൽ കാണുവാനായിട്ട് സാധിക്കും. ആ വാതില് കടന്ന് ഏത് വ്യക്തിക്കും കടന്നു വരാം. തുറക്കപ്പെട്ട വാതിലാണ്, യാതൊരു തടസ്സമില്ല. മാനവജാതിക്ക് വേണ്ടി മുഴുവൻ തുറക്കപ്പെട്ട തടസ്സമില്ലാത്തൊരു വാതിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. വാതിൽ എന്നുള്ള ഭാഗം ഞാൻ എടുക്കുമ്പോൾ ആ ഭാഗം ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാം. ആദ്യമായി കടന്നു വരുന്നവൻ യാഗമർപ്പിക്കുകയാണ് തന്റെ പാപത്തിന് വേണ്ടി. കംപ്ലീറ്റ് ആയിട്ട് ഉള്ള യാഗമാണ്. അതിനുശേഷം യാഗമർപ്പിച്ച വ്യക്തി താമ്ര തൊട്ടിയുടെ മുമ്പിൽ വരുമ്പോൾ താമ്ര കണ്ണാടിയിൽ കാണുന്ന തന്നെ കാണുവാനായിട്ട് സാധിക്കും. താൻ ആരെന്ന് കാണുവാനായിട്ട് സാധിക്കും. തന്റെ തെറ്റുകൾ എന്താണ്, തന്റെ പാപം എന്താണ്, തന്റെ കുറവുകൾ എന്താണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലിൽ നമ്മുടെ തെറ്റുകളും നമ്മുടെ പാപങ്ങളും സ്തോത്രം രഹസ്യവും പരസ്യവുമായി കിടക്കുന്ന നമ്മുടെ സകല പാപങ്ങളും മറിഞ്ഞു കിടക്കുന്ന പാപങ്ങളും വെളിപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവ് സ്തോത്രം ദൈവവചനമാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ സ്തോത്രം അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ കണ്ണാടിയിൽ കൂടി കാണുന്ന സ്തോത്രം ആ പാപത്തെ ദൈവവചന പ്രകാരം നാം അത് കഴുകൽ പ്രാപിക്കണം. സ്തോത്രം. ശുദ്ധീകരണം പ്രാപിച്ച ദൈവജനം പിന്നെ വിശുദ്ധ സ്ഥലത്തേക്ക് കയറണം. വിശുദ്ധ സ്ഥലത്ത് അവിടെ കാഴ്ചയപ്പത്തിന്റെ മേശയുണ്ട്. സ്തോത്രം. അവിടെ ധൂപപീഠമുണ്ട്, അവിടെ നിലവിളക്കുണ്ട്. സ്തോത്രം. ദൈവമക്കളെ എത്ര ശ്രേഷ്ഠമായ അനുഭവങ്ങളാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. സ്തോത്രം. പുതിയ നിയമ വിശ്വാസികൾക്ക് വേണ്ടി സ്തോത്രം എത്ര ശ്രേഷ്ഠമായ ഭാഗമാണ് അത്. പുതിയ നിയമ സഭയ്ക്ക് ഈ സാദൃശ്യമാണ് വിശുദ്ധ സ്ഥലം. ആദ്യം പ്രാകാരത്തിൽ വന്ന് യാഗം കഴിച്ച് സ്തോത്രം ശുദ്ധീകരണം പ്രാപിച്ച് പ്രാചിത്വം പ്രാപിച്ച് ദൈവവചന പ്രകാരം കലകൾ പ്രാപിച്ച് ദൈവവചനപ്രകാരം സ്തോത്രം കൽപ്പനകൾ അനുസരിച്ച വ്യക്തി വീണ്ടും മുന്നോട്ട് കടന്നു വരുമ്പോൾ അവന് കൂട്ടായ്മ സ്തോത്രം ശ്രേഷ്ഠമായ എത്ര അനുഭവമാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ. അതിനുശേഷം അവനവിടെ പ്രാർത്ഥന അവന്റെ വിശുദ്ധന്റെ പ്രാർത്ഥനയാകുന്ന ധൂപപീഠം കാണുവാനായിട്ട് സാധിക്കും. അതിനുശേഷം അവിടെ ശ്രേഷ്ഠമായ ഇതെല്ലാ ശുശ്രൂഷകളും നടക്കുമ്പോൾ അവിടെ 7
കവരവിളക്ക് കത്തി നിൽക്കുന്നതായ എണ്ണയിൽ മുങ്ങി തിരികൾ കത്തി നിൽക്കുന്ന കവരവിളക്ക് കാണുവാനായിട്ട് സാധിക്കും. നോക്കണമേ, ആ പ്രകാശം, സ്തോത്രം, അത് ക്രിസ്തുവാകുന്ന വിളക്കിന്മേൽ പരിശുദ്ധാത്മാവിനെ എണ്ണയ്ക്കകത്ത് മുങ്ങി നിന്ന് കത്തുന്ന ഒരു വിശ്വാസിക്ക് സാദൃശ്യമാണ്. അവിടെ പുരോഹിതൻ ശുശ്രൂഷ ചെയ്യുന്നത് ആ വെളിച്ചത്തിലാണ്. സ്തോത്രം. വിശ്വാസി അന്ധകാരം നിറഞ്ഞ ലോകത്ത് നമ്മൾ ആയിരിക്കുമ്പോൾ ഓർത്തുകൊള്ളണമേ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി ദൈവത്തിന്റെ കരങ്ങളിൽ നാം ശോഭിക്കുന്ന ദൈവമക്കളാണെന്ന് ഭൂമിയുടെ വെളിച്ചമായിരിക്കും. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമെന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പ്രാകാരം പഴയ നിയമ കർമാരാധനകൾക്ക് സാദൃശ്യം, ന്യായപ്രമാണ സാദൃശ്യമായിരിക്കുമ്പോൾ വിശുദ്ധ സ്ഥലം പുതിയ നിയമ വിശ്വാസികൾക്ക് സാദൃശ്യമാണ്. പരിശുദ്ധാത്മാവിനാൽ മുങ്ങി കത്തിശോഭിക്കുന്ന വിശ്വാസികളെ പോലെ വിശുദ്ധ സ്ഥലത്ത് ഹല്ലേലൂയ ശ്രേഷ്ഠമായ അനുഭവം സഭയ്ക്കുള്ളിൽ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. വിശുദ്ധ സ്ഥലത്ത് അവിടെ കാഴ്ചയപ്പത്തിന്റെ മേശയുണ്ട്. സ്തോത്രം. വിശുദ്ധ സ്ഥലത്ത് ധൂപപീഠമുണ്ട്. വിശുദ്ധ സ്ഥലത്ത് സ്തോത്രം കവരവിളക്കുണ്ട്. എത്ര ശ്രേഷ്ഠകരമായ അനുഭവമാണ് ദൈവം തന്നിരിക്കുന്നത്. സ്തോത്രം. ഇനി അടുത്തത് സമാധാന കൂടാരത്തിന്റെ അതിവിശുദ്ധ സ്ഥലം. ഇത് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന പുതിയ യെരൂശലേമിനെയാണ് കാണിക്കുന്നത്. അതിവിശുദ്ധ സ്ഥലത്തിന്റെ നീളം, വീതി, ഉയരം സമമാണ്. പുതിയ നിയമ യെരൂശലേമിന്റെ നീളം, വീതി, ഉയരം എന്നിവ സമമാകുന്നു. വെളിപാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള ഭാഗങ്ങള് നമ്മളെ ചിന്തിച്ചു പഠിച്ചാലേ ആ ഭാഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വെളിപാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള ഭാഗങ്ങള് നമുക്കൊന്ന് വായിക്കാൻ ഭാഗപ്പെടുത്തിട്ടുണ്ടെങ്കിൽ സ്തോത്രം. അവൻ എന്നെ ആത്മവിവിശതയിൽ ഉയർന്ന മലയിൽ കൊണ്ടുപോയി യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ് ഉള്ളതായി ഇറങ്ങി വന്നത് കാണിച്ചു തന്നു. അതിന്റെ തേജസ് ഏറ്റവും വിലയേറിയ രക്തമൊന്നും രക്തത്തിന് തുല്യമായി സ്വച്ഛ സ്ഫടികതയുള്ള സൂര്യകാന്തം പോലെ ആയിരുന്നു. അതിന്റെ പൊക്കമുള്ള വന്മതിലും 12 ഗോപുരങ്ങളിൽ 12 ദൂതന്മാരും ഉണ്ട്. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേര് കൊത്തിയിട്ടും ഉണ്ട്. കിഴക്ക് 3 ഗോപുരം, വടക്ക് 3 ഗോപുരം, തെക്ക് 3 ഗോപുരം, പടിഞ്ഞൂറ് 3 ഗോപുരം. നഗരത്തിന് മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരുമുണ്ട്. എന്നോട് സംസാരിച്ചതിന്റെ നഗരത്തെയും അതിന്റെ ഗോപുരങ്ങളെയും മതിലിനെയും അളക്കേണ്ടതിന് പൊന്നുകൊണ്ടുള്ള അളവുകൾ ഉണ്ടായിരുന്നു. നഗരം സമചതുരമായി കിടക്കുന്നു. അതിന്റെ വീതിയും നീളവും സമം. അളവുകൾ കൊണ്ട് ആ നഗരത്തെ അളന്നു. ദൈവമക്കളെ സ്തോത്രം. ഈ നഗരത്തിന്റെ നീളം, വീതി, ഉയരം സമമാണ്. പുതിയ നിയമ യെരൂശലേമിലെ നീളം, വീതി, ഉയരം എന്നിവ സമമാണ്. സ്തോത്രം. അതിവിശുദ്ധ സ്ഥലത്ത് വിളക്കിന്റെ വെളിച്ചമോ സൂര്യചന്ദ്രന്മാരുടെ വെളിച്ചമോ ആവശ്യമില്ല. കാരണം കൃപാസനത്തിൽ ദൈവത്തിന്റെ തേജസ് കിരണങ്ങളാൽ അവിടെ പ്രകാശിക്കുന്നത് പോലെ തന്നെ പുതിയ യെരൂശലേമിൽ യാതൊരു വിധമാകുന്ന സൂര്യചന്ദ്രന്മാരുടെ വെളിച്ചം ആവശ്യമില്ല. അവിടെ പ്രകാശിക്കുന്നത് കുഞ്ഞാടാണ്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ എത്ര ശ്രേഷ്ഠകരമായ ഒരു പഠനമാണ്. അതിവിശുദ്ധ സ്ഥലത്ത് ദൈവ തേജസ്സിനാൽ പ്രകാശിച്ചിരിക്കുന്ന പോലെ അവിടെ രാത്രി ഇല്ല. സ്തോത്രം. പുതിയ യെരൂശലേമിൽ രാത്രിയില്ല. നമുക്ക് വെളിപാട് പുസ്തകം 22-5, 21, 25 എന്നീ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിപരിശുദ്ധ സ്ഥലത്ത് കൃപാസനം സിംഹാസനം വെച്ചിരിക്കുന്ന പോലെ പുതിയ യെരൂശലേമിൽ ദൈവത്തിന്റെ കുഞ്ഞാടിന്റെയും സിംഹാസനം ഉണ്ടായിരുന്നു. അതിവിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതൻ രക്തവുമായി മാത്രമേ പ്രവേശിക്കുന്നുള്ളൂ. ആ വണ്ണം പുതിയ യെരൂശലേമിൽ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ മാത്രമേ പ്രവേശിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ ഒരുമിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പകൽക്കാല രാവിലെ സമയം നമ്മൾ പഠിച്ച വിഷയം സ്തോത്രം ഹല്ലേലൂയ
കൂടാരത്തിന്റെ 3 ഭാഗങ്ങളെ കുറിച്ച് സ്തോത്രം ആണ് നമ്മൾ പഠിച്ചത്. ഒന്ന് പ്രകാരം ന്യായപ്രമാണ യുഗത്തെ കാണിക്കുന്നു, വിശുദ്ധ സ്ഥലം പുതിയ നിയമസഭയും വിശ്വാസിയെയും കാണിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ അതിവിശുദ്ധ സ്ഥലം ഭാവിയിൽ സംഭവിക്കുന്ന പുതിയ യെരൂശലേമിനെ കാണിക്കുന്നു. അതിന്റെ നീളം, വീതി, ഉയരം സമമാണ്. പുതിയ നിയമ ഹല്ലേലൂയ സമാപന കൂടാരത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തിന്റെ നീളം, വീതി, ഉയരം സമമായിരിക്കുന്ന പോലെ പുതിയ നിയമ യെരൂശലേമിന്റെ നീളം, വീതി, ഉയരം എന്നിവ സമമാണ്. അതിവിശുദ്ധ സ്ഥലത്ത് യാതൊരു വിളക്കിന്റെയോ സൂര്യചന്ദ്രന്മാരുടെയോ പ്രകാശം അവിടെയില്ല. കൃപാസനത്തിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ പട്ടകത്തിന്റെ മുകളിലിരിക്കുന്ന കൃപാസനത്തിൽ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ തേജസ് അവിടെ ശോഭിക്കുന്നത് പോലെ പുതിയ യെരൂശലേമിൽ സ്തോത്രം സൂര്യചന്ദ്ര യാതൊരുവിധ നക്ഷത്രങ്ങളുടെ ഒരുത്തിന്റെയും പ്രകാശമല്ല. കുഞ്ഞാണത്രേ അവിടെ വെളിച്ചമായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി രാത്രി ഉണ്ടാകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എത്ര ശ്രേഷ്ഠകരമായൊരു പഠനമാണ് സമാഗമന കൂടാരത്തിൽ കൂടി ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. എത്ര ശ്രേഷ്ഠമായ ഒരു അനുഭവം, ഭാവി പ്രത്യാശ. അതിവിശ്വസ സ്ഥലത്ത് കൃപാസനം, കൃപാസനത്തിലെ കൃപാസനം ഇരിക്കുന്നത് പോലെ പുതിയ യെരൂശലേമിൽ ദൈവത്തിന്റെയും കുഞ്ഞാടത്തിന്റെയും സിംഹാസനം ഉണ്ടായിരിക്കും. അതിവിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ രക്തവുമായി കടക്കുന്നത് പോലെ സ്തോത്രം പുതിയ യെരൂശലേമിൽ എല്ലാവർക്കും കടക്കുവാൻ സാധിക്കത്തില്ല. പുതിയ യെരൂശലേമിൽ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം മാത്രമേ പ്രവേശിക്കത്തുള്ളൂ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രികാലം ഈ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ സ്തോത്രം, ഹല്ലേലൂയ, രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, പാപത്തിനു പിന്നാലെ പോയി കുറവിട്ട് പിന്മാറ്റ അവസ്ഥയിൽ മാലിന്യപ്പെട്ട് ആരെങ്കിലും കുറവിട്ട് ജീവിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇന്ന് ഈ രാവിലെ സമയം തൊട്ട് നിങ്ങളോട് സംസാരിക്കുക. കൃപയിലേക്ക് മടങ്ങി വരാം. യേശുവിന്റെ രക്തം കൊണ്ട് രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ മാത്രമേ ഇവിടെ പ്രവേശിക്കത്തുള്ളൂ. ഒരശുദ്ധനും, ഒരു വിഘാരാധിക്കും, ഒരു മന്ത്രവാദിക്കും, ഒരു ഹല്ലേലൂയ പിന്മാറ്റക്കാരനും സ്തോത്രം ഒരശുദ്ധനും ഇതിൽ പ്രവേശനമില്ല. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവമാകെ പിന്നെയും നമ്മെ ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിച്ചു കൊടുക്കാം. അടുത്ത വിഷയം കൂടെ ഞാൻ എടുത്ത് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. സമയം കടന്നുപോയല്ലോ. ഇനിയും അടുത്ത വിഷയം നമ്മൾ എടുക്കാൻ പോകുന്നത് സമാഗമന കൂടാരത്തിലെ ശുശ്രൂഷകന്മാരെ കുറിച്ചാണ്. സ്തോത്രം. അതൊരു നല്ല സ്റ്റഡിയാണ്. വളരെ ടൈം എടുത്ത് പഠിക്കേണ്ടതായ ഒരു വിഷയമായതുകൊണ്ട് സ്തോത്രം അത് കംപ്ലീറ്റ് ഇന്ന് നമുക്ക് ഈ ക്ലാസ് ഇവിടെ തീർക്കാൻ സാധിക്കുന്നില്ലെങ്കിലും ഞാൻ ഒരു അല്പസമയം കൂടെ ഇന്ന് പകൽക്കാലം ആ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചതിന് ശേഷം ഇന്ന് നമുക്ക് പ്രാർത്ഥിച്ച് പിരിയാൻ ദൈവം നന്നായി സഹായിക്കട്ടെ. തുടർന്നുള്ള ആരാധനയിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ നമ്പേഴ്സ് സംഖ്യാപുസ്തകം 3-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്കുകൾ നമ്മൾ നോക്കുമ്പോൾ യഹോവ പിന്നെയും സീനാ മരുഭൂമി വെച്ച് മോശയോട് അരുളിയത്, ലേവ്യരെ കുലംകുലമായും കുടുംബമായി എണ്ണുക. അവരിൽ 1 മാസം മുതൽ മേലോട്ട് പ്രായമുള്ള ആനയൊക്കെയും എണ്ണണം. സ്തോത്രം. ലേവിയുടെ പുത്രന്മാരായ പേരുകൾ ഗോർശേൻ, കൊഹാത്ത്, മൊരാരി സ്തോത്രം എന്നീ 3 കുടുംബങ്ങളെ. ദൈവമക്കളെ സ്തോത്രം. ദൈവം തൻ്റെ വേലയ്ക്കായിട്ട് ഈ സമാപന കൂടാരത്തിന്റെ പണിക്കായിട്ട് ശുശ്രൂഷകന്മാരായി ലേവി ഗോത്രത്തെയാണ് ദൈവം വേർതിരിച്ചത്. ഇന്ന് രാവിലെ സമയം ആ വിഷയങ്ങൾ പറഞ്ഞ് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ദൈവം ലേവി ഗോത്രങ്ങളിൽ ദൈവം ഗോർശൻ, കൊഹാത്ത്, മൊരാരി എന്നീ 3 ഗ്രൂപ്പിനെയാണ്
ദൈവം തൻ്റെ വേലയ്ക്ക് തിരഞ്ഞെടുത്തത്. അത് ലേവി ഗോത്രത്തിലുള്ളതാണ്. സ്തോത്രം. നമുക്ക് പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിലെ എന്തുകൊണ്ട് ദൈവം ലേവി ഗോത്രത്തെ വേർതിരിച്ചു ഈ ശുശ്രൂഷയ്ക്ക് എന്നുള്ള ഭാഗം ചിന്തിച്ചതിന് ശേഷം നമുക്ക് അടുത്ത ദിവസം നമുക്ക് അടുത്ത ക്ലാസ് ചിന്തിപ്പാൻ ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. ദൈവം മോശയെ പർവ്വതത്തിലേക്ക് വിളിച്ചു. 40 ദിവസം പർവ്വതത്തിലായിരുന്നു. എന്നാൽ മോശ പോയിട്ട് മടങ്ങി വരത്തിൽ നിന്നാ ജനം വിചാരിച്ചത്. തങ്ങളെ നടത്തുവാൻ ആരുമില്ലെന്നുള്ളതായ ആ അവിശ്വാസ നിമിത്തം, സ്തോത്രം, നോക്കണമേ, അഹരോനോട് പറഞ്ഞു, ഞങ്ങളെ നടത്തുവാൻ, സ്തോത്രം, ഒരു ദൈവത്തെ കാണുന്നില്ല, ഞങ്ങളുടെ മുമ്പാ നടത്തുവാൻ ആരെയും കാണുന്നില്ല. അതുകൊണ്ട്, സ്തോത്രം, നിന്നെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന പുരുഷനായ മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞു. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. അഹരോൻ അവരോട്, നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും കാതില് കുണുക്ക് പറിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. ജനമൊക്കെയും ആ കാതിൽ നിന്ന് പൊൻകുണുക്ക് പറിച്ച് അഹരോന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി കൊത്തുളി കൊണ്ടുവന്ന് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. അപ്പോൾ അവർ, ഇസ്രായേലേ, ഇന്ന് നിന്നെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞ് അഹരോൻ അത് കണ്ടപ്പോൾ അതിനു മുമ്പാകെ ഒരു യാഗപീഠം പണിതു. നാളെ യഹോവയ്ക്ക് ഉത്സവം എന്ന് വിളിച്ചു പറഞ്ഞു. പിറ്റേന്നാൾ അധികാലത്ത് എഴുന്നേറ്റ് ഹോമയാഗങ്ങൾ കഴിച്ച് സമാധാനയാഗങ്ങൾ അർപ്പിച്ചു. ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്നു കളിപ്പാനിരുന്നു. സ്തോത്രം. ദൈവമക്കളെ, മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന തേജോമനായ മഹത്വമുള്ള ദൈവത്തെ, സ്തോത്രം, വിട്ടിട്ട് സൃഷ്ടിയെ ആരാധിപ്പാൻ അഹരോൻ ജനത്തെ കെട്ടഴിച്ചു വിട്ടു. ജനം വിഗ്രഹാരാധനയിലേക്ക് പോയി. പാപത്തിന്റെ പിടിയിൽ അന്യാരാധനയിൽ നാളുകൾ കൊണ്ട് അടിമയായി കിടന്ന ദൈവജനത്തെ വിടിവിച്ചവനായ സർവശക്തനായ ദൈവത്തെ കാണേണ്ടതുപോലെ കാണാതെ, സ്തോത്രം, മിനിറ്റുകൾക്കുള്ളിൽ ജനം പിന്മാറിപ്പോയി. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ക്രിസ്ത്യ ജീവിതത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചത്, സ്തോത്രം, കാഴ്ചയാലല്ല, വിശ്വാസത്തിന്റെ ചുവടുകളാണ്. നോക്കണമേ, പല പ്രിയപ്പെട്ടവരും ക്രിസ്ത്യ ജീവിതത്തിൽ നിൽക്കുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രം കണ്ടുകൊണ്ടാണ്. നമ്മുടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമ്മുടെ കർത്താവ് അടയാളങ്ങൾ കാണിക്കുന്ന ദൈവമാണ്. ദൈവജനത്തെ ഉറപ്പിക്കുവാൻ അത്ഭുതവും അടയാളവും രോഗശാന്തിയും കൃപാവരങ്ങളും സകലത്തിലും ഞാൻ വിശ്വസിക്കുന്നു. അത് അനുഭവിക്കുന്നവനാണ്. എന്നാ ദൈവമക്കളെ, അതോടുകൂടി ക്രിസ്ത്യ ജീവിതം, ഹല്ലേലൂയ, അത്ഭുതം നടന്നില്ലെങ്കിലും, സ്തോത്രം, ഹല്ലേലൂയ, ചില വിഷയങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടിയില്ലെങ്കിലും അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. എപ്പോൾ നമുക്ക് വേണ്ടി ഉത്തരം തരണം. സ്തോത്രം. ക്രിസ്ത്യ ജീവിതം വിശ്വാസത്താലാണ്. വിശ്വാസത്താൽ കാഴ്ച, പൗലോസ് പറയുന്നു, കാഴ്ചയാലല്ല, ഞങ്ങൾ വിശ്വാസത്താലല്ലേ. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ജനം വിശ്വാസത്താൽ നിലനിന്നില്ല. സ്തോത്രം. ചിലത് കണ്ടുകൊണ്ടാണ് ജനം സ്റ്റെപ്പ് വെച്ചത്. ഇവിടെ ജനത്തിന് പറ്റിയത് അബദ്ധം അവിടെയാണ്. സ്തോത്രം. അവർ വിഗ്രഹാരാധനയിലേക്ക് ചില ദിവസങ്ങൾ കൊണ്ട് പെട്ടെന്ന് വിഗ്രഹാരാധനയിലേക്ക് മടങ്ങിപ്പോയി. അന്യ ദൈവത്തെ ആരാധിപ്പാൻ അവർ മധ്യേ വിഗ്രഹം വാർത്തുണ്ടാക്കി അതിന് ഹോമയാഗം കഴിച്ച് ജനം കുടിപ്പാനും കളിപ്പാനും ഇരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. നോക്കണമേ, മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്ന് തന്റെ കയ്യിലുള്ളതായ കൽപ്പലക അടിച്ചരിശം കൊണ്ട് ഓടിച്ച് കളഞ്ഞിട്ട്, സ്തോത്രം, മോശ പറയുകയാണ്, സ്തോത്രം, ദൈവത്തിന് യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറട്ടെ. അവിടെ വലിയൊരു വെല്ലുവിളി നടന്നു. സ്തോത്രം. യഹോവയുടെ പക്ഷത്ത് നിൽക്കുവാൻ, സ്തോത്രം, കൃപയിൽ നിൽക്കുവാൻ, വിശുദ്ധിയിൽ നിൽക്കുവാൻ, ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ. നോക്കണമേ, യഹോവയുടെ പക്ഷത്ത് ആരുണ്ടെന്ന് ചോദിച്ചപ്പോൾ, സ്തോത്രം, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അന്ന് യഹോവയുടെ പാളയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ലേവരെല്ലാവരും അവന്റെ അടുക്കൽ വന്നു. ദൈവത്തിനു വേണ്ടി വേർതിരിയുവാൻ, ദൈവത്തിനു വേണ്ടി വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുവാൻ, സത്യ ആരാധനയ്ക്ക് വേണ്ടി നിൽക്കുവാൻ, പ്രമാണത്തിൽ നിൽക്കുവാൻ. സ്തോത്രം. പാളയം മുഴുവൻ, ജനം മുഴുവൻ വിഗ്രഹാരാധനയിലേക്ക് പോയപ്പോൾ, സ്തോത്രം, ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, ശക്തമായി നിൽക്കുവാൻ, സ്തോത്രം, ലേവി മാത്രമേ മുന്നോട്ട് വന്നുള്ളൂ.
ഈ പകൽക്കാലം, ഈ രാവിലെ സമയം സ്തോത്രം, ലോകം മുഴുവൻ സ്തോത്രം കുറയിൽ നിന്ന് പോയാലും, ലോകം മുഴുവൻ സത്യാരാധന നിന്ന് പോയാലും, ലോകം മുഴുവൻ വചനം വിട്ടു പോയാലും സ്തോത്രം, അറിഞ്ഞ സത്യത്തിൽ ദൈവമക്കളെ ഉറച്ചു നിൽക്കണം. എല്ലാ ദൈവമക്കളും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം. സത്യാരാധനയ്ക്ക് വേണ്ടി നിൽക്കണം. ലേവ്യർ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, സത്യത്തിൽ നിൽക്കുവാൻ, വചനത്തിൽ നിൽക്കുവാൻ, ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ, പ്രമാണം കാത്തു നിൽക്കുവാൻ ദൈവത്തിന് വേണ്ടി യുദ്ധസമ്മനായി വേർതിരിഞ്ഞവരാണ് ലേവ്യർ. അവനെയാണ് ആലയത്തിന്റെ പണിക്കായി ദൈവം തെരഞ്ഞെടുത്തത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ ഈ ക്ലാസ് ഇന്ന് രാവിലെ ഇവിടെ നിർത്തുകയാണ്. തുടർമാനമായ വിഷയങ്ങൾ അടുത്ത ദിവസം ചിന്തിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പുതിയ നിയമ സത്യങ്ങൾക്ക് വേണ്ടി സ്തോത്രം. ഹല്ലേലൂയ. പുതിയ നിയമ സത്യങ്ങൾ, പുതിയ നിയമ ആരാധന, ദൈവവചനപ്രകാരമുള്ള അപ്പോസ്തോലിക ഉപദേശങ്ങൾ, വേർപാട്, ഈ സത്യങ്ങളെ ന്യൂ ജനറേഷൻ ചർച്ചുകൾ അട്ടിമറിച്ച് ദൈവത്തിന്റെ വചനത്തെ കൂട്ടി മാറ്റി പഠിപ്പിക്കുന്ന ഈ കാലയളവിൽ ദൈവത്തിനു വേണ്ടി സത്യത്തോട് വചനപ്രകാരം ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ എത്ര പേർ ദൈവത്തിനു വേണ്ടി ഉറച്ചു നിൽക്കും? ഹല്ലേലൂയ. കാലങ്ങൾ എത്ര മാറിയാലും, എത്ര ടെക്നോളജി വർദ്ധിച്ചാലും ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. ദൈവവചനത്തിന്റെ സത്യങ്ങളെയും പ്രമാണങ്ങളെയും കൂട്ടിമാടിച്ച് കാമാറ്റി സ്തോത്രം. രാജ്യം, ദേശം ഹല്ലേലൂയ ഡെവലപ്പ് ആകുന്നത് പുതുവിധ കണ്ടുപിടുത്തങ്ങൾ വരുമ്പോൾ ദൈവവചനത്തെയും ദൈവവചനത്തിന്റെ പ്രമാണത്തെയും മാറ്റുവാൻ, സത്യാരാധനയെ മാറ്റുവാൻ, പ്രമാണത്തെ മാറ്റുവാൻ ദൈവം അനുവദിക്കുന്നില്ല. പ്രമാണത്തിൽ നിൽക്കുന്ന രാജകീയ പുരോഹിത വർഗത്തെയാണ് ദൈവത്തിന് ആവശ്യമായിരിക്കുന്നത്. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ വായിച്ച് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. പുതിയ നിയമസഭയെ നാം ആരാണ്? സ്തോത്രം. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്ത ജനവുമാകുന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പ്രമാണത്തിൽ നിൽക്കുവാൻ സ്തോത്രം ദൈവത്തിന്റെ കരങ്ങൾക്ക് നമ്മെ ഏൽപ്പിക്കാം. ഈ രാവിലെ സമയം കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ തിരുവചനം ഇന്ന് രാവിലെ സമയം ഒരുമിച്ച് ധ്യാനിക്കുവാൻ നീ ഞങ്ങളെ സഹായിച്ചല്ലോ. ഹല്ലേലൂയ. സമാഗമന കൂടാരം പുതിയ നിയമ സത്യങ്ങൾക്ക് നേടുന്ന വിഷയത്തെ ആസ്പദമാക്കി അനേക മർമ്മങ്ങൾ ഇന്ന് പകൽക്കാലം ചിന്തിപ്പാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. അവിടുത്തെ വേലയ്ക്കായി സ്തോത്രം, അവിടുത്തെ രാജകീയ പുരോഹിത വർഗമായി നീ ഞങ്ങളെ വേർതിരിച്ച കൃപയ്ക്കായി സ്തോത്രം. ഈ ദിവസങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രമാണത്തോട് വചനം കാത്ത് ദൈവമേ ഞങ്ങളുടെ മഹത്വത്തിന് വേണ്ടി നിൽക്കുന്ന രാജകീയ പുരോഹിത വർഗവും ജാതിയും വിശുദ്ധ വംശവുമായി ഞങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുകയാൽ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണം. ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ ദൈവമക്കളെ ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ട്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ അഭിഷേകിക്കുന്നു. കേൾക്കുമാറാകട്ടെ. ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടെ എൻ്റെ നന്ദി.